ഇന്ന് രാവിലെ ഞാനൊന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല മാങ്ങ എന്ന് വെച്ചാൽ നല്ല പുളിയുള്ളതാണ്ട. ഞാനതിനെ വെട്ടി അച്ചാറിടാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അച്ചാറിടേണ്ടതെന്ന്. പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചത്. ഞാൻ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചു. നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് എന്ത് വേണം, ഈ മാങ്ങ എടുത്ത് അതിലോട്ടിടുക. മാങ്ങ ഇങ്ങനെ ഇതിലോട്ടെടുത്തിട്ടിട്ട് ഒരു തവ കൊണ്ട് ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് റോസ്റ്റ് ആകുന്നത് വരെ ഇളക്കുക. നല്ലപോലെ ഒന്ന് മണമൊക്കെ വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും 2-3 വെളുത്തുള്ളിയും ഇത്തിരി ഉപ്പും കൂടി ഇടുക. ശകലം ഉപ്പും കൂടി ഇടുക. ഓക്കെ, ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മാങ്ങ നല്ലതുപോലെ ഒന്ന് പരുവായി കണ്ട. ഈ ഒരു പരുവായപ്പോൾ എടുത്ത് കോരി മാറ്റി വേറെ പാത്രത്തിലോട്ട് എടുത്തിങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേ പാത്രത്തിൽ തന്നെ മാങ്ങ മൂപ്പിച്ച അതേ പാത്രത്തിൽ തന്നെ ഒരിത്തിരി വെളുത്തുള്ളി, ശകലം മഞ്ഞപ്പൊടി, അതിടുമ്പോൾ നല്ലൊരു മണം വരും. മഞ്ഞപ്പൊടി ഇടുമ്പോൾ ആ മഞ്ഞപ്പൊടി നല്ലൊന്ന് ഇതായിട്ട് വരുമ്പോൾ, നല്ലൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മുളക് പൊടി ഇടുക. മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എത്ര മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ ഇട്ട്, കാരണം കളറാണ് എരി കുറവേ ഉള്ളൂ. അതിനെ നല്ലതുപോലെ ഇട്ടൊന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കുക. വെള്ളത്തിന് അംശം എല്ലാം പറ്റിയൊരു മണം വരുന്നത് വരെ. പിന്നെയുള്ളത് കായം. ദാണ്ടേ, ഇതാണ് എൻ്റെ അച്ചാറിൻ്റെ ഏറ്റവും മെയിൻ ഘടകം. കായം ഇട്ടാൽ നല്ല രുചിയുള്ള അച്ചാറുണ്ടാവും. ഓക്കെ, ആ പൊടി ഇങ്ങനെ വിതറുക. അതും കൂടി നല്ലതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതുപോലെ ഫ്രൈ ആയി നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. അതും ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ആവശ്യത്തിന് നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി. ഇനി അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ഡ്രൈ ആയിട്ട് അച്ചാറുള്ളവർ വേണമെന്നുള്ളവർ ഇത്രയും ഇറക്കിയിട്ട് നിർത്തുക. ഇത് തണുക്കുമ്പോൾ അതിൽ മാങ്ങ ഇടുക. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടി ഒന്ന് ഗ്രേവി ആയ അച്ചാറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ശകലം കൂടെ വെള്ളം ഒഴിക്കുകയാണ്. കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഓക്കെ.